ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ബോട്ടിലുകൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും. സാധാരണയായിട്ട് നമ്മളത് വലിച്ചെറിയാറാണ് പതിവ്. മഴക്കാലത്ത് മുറ്റത്തൊക്കെ ഉണ്ടാവുന്ന കരിയിലകളും കുഞ്ഞിലകളൊക്കെ നമുക്ക് മുറ്റടിച്ച് വരുന്ന സമയത്ത് കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതുപോലെയുള്ളൊരു ബോട്ടിലുണ്ടെങ്കിൽ എത്ര കുഞ്ഞിലയാണെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്ക് മുറ്റം ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 7up എംപ്റ്റി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴയ മോപ്പിൻ്റെ വടിയുമാണ് കേട്ടോ. ഇനി ഈ ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മൾ പഴയ മോപ്പിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് കൊള്ളുന്ന വിധത്തിൽ വേണം ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതാ പഴയൊരു മോപ്പിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്നെ വരച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ അതൊന്ന് കട്ടി കൂട്ടി കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല, അതിനേക്കാൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് ഒഴിവാക്കിയിട്ടുള്ള മോപ്പിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ കേട്ടോ ഈ ഒരു ഹോളിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ടൈറ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഈ ഒരു സ്റ്റിക്കിൻ്റെ രണ്ട് വശത്തായിട്ട് പപ്പടക്കോല് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് പപ്പടക്കോല് നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം ആ വലിയ ഹോളിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഹോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുല്യ അകലത്തിൽ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രണ്ട് വശവും ആ ഒരു ബോട്ടിലിൻ്റെ രണ്ട് വശത്തേക്കും പപ്പടക്കോല് വെച്ചിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. ദാ ഇതുപോലെ കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു വശം എനിക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഞാനൊരു വശത്ത് 3 ലെയറായിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഹോൾസ് ഇട്ട് വരാം. ഹോൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം സെൻറ്റർ വശത്തായിട്ട് ഞാൻ പഴയ മോപ്പിൻ്റെ സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പപ്പടക്കോല് വെച്ചിട്ടുണ്ടാക്കിയെടുത്തില്ലേ കുഞ്ഞു കുഞ്ഞു ഹോൾസ്, അങ്ങനെ ഓരോ ഹോൾസിൻ്റെ ഇടയിലൂടെയും ഇതുപോലെ ചൂലിൻ്റെ ഈർക്കിളികൾ കടത്തി വിടണം. ഈർക്കിളി നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഏത് ഹോൾസിലാണോ നമ്മൾ ഈർക്കിളി വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോൾസിലൂടെ വേണം പുറത്തേക്ക് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ വലിയ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ 2 ഈർക്കിളി വീതമൊക്കെ വെച്ച് കൊടുക്കാം. സാധാരണ ചൂലുണ്ടാക്കുമ്പോൾ നമ്മൾ കൈ പിടിക്കുന്നൊരു ഭാഗം നന്നായിട്ട് കട്ടിയുള്ള ഭാഗമാണ് വരാറുള്ളത് ഈർക്കിളിൻ്റെ. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ കട്ടിയുള്ള ഭാഗം അടിയിലും കട്ടിയില്ലാത്ത ഭാഗം മുകളിലേക്കും വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഓരോ ഹോളിലും ഈർക്കിളി ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം പിടിക്കും. എന്നാൽ ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. ആ ഒരു 5 മിനിറ്റ് നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് ഈ ഒരു ചൂല് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചൂലുണ്ടാക്കിയെടുക്കുന്ന ഈർക്കിൾ വെച്ചിട്ട് ഇതുപോലെ 3-4 ചൂല് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ചൂലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മുറ്റമൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ഏത് കുഞ്ഞു കരിയിലാണെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ള എല്ലാ ഹോൾസിലൂടെയും ഈർക്കിൾ കോർത്തെടുത്ത് വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ 3 ലൈനായിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലെല്ലാം ഞാൻ ഈർക്കിൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു വശം കൂടി എനിക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ 2 വശത്തും ഈർക്കിളി കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വശം ഉണ്ടല്ലോ, അതായത് കട്ടിയില്ലാത്ത ഈർക്കിളിൻ്റെ കട്ടിയില്ലാത്ത ഭാഗം വരുന്ന ആ ഒരു വശം, അത് മുകളിലേക്കാണ് വരുന്ന രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് ഇതുപോലെ കൂട്ടി പിടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം കയറ് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാനതൊരു നൂല് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൊഞ്ചാക്കി എടുക്കാനായിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇൻസുലേഷൻ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് കാണാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ബോട്ടിൽ വെച്ചിട്ടുള്ള ചൂല് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇൻസുലേഷൻ ഇത്രയും വശം ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു ചൂലിൻ്റെ ഈർക്കിളി ഉണ്ടല്ലോ, ആ ഒരു വശവും ഇൻസുലേഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എത്ര കുഞ്ഞു കുഞ്ഞു കരിയിലുള്ള ഭാഗമാണെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്കിത് ക്ലീനാക്കി കൊടുക്കാൻ പറ്റും. മാത്രമല്ല നടുവേദനയൊക്കെയുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു. Thanks for watching.